നമസ്കാരം, ഞാൻ രാജശേഖരൻ വാസ്തു കൺസൾട്ടൻറ്റ്. നമ്മൾ വാസ്തുമണ്ഡലം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടത്. ഈ വാസ്തുമണ്ഡലത്തിൽ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും 9 കണങ്ങളായി തിരിച്ച് വര വരയ്ക്കുമ്പോൾ അതിന് നാഡികളെന്ന് പറയും. തിരിച്ച് കോണോട് കോൺ വരയ്ക്കുന്ന രുചിക്കൾ എന്ന് പറയും. ഈ നാഡികളും രുചിക്കളും ഒരുമിച്ചിരുന്ന ആ സ്ഥലത്തെയാണ് മർമ്മങ്ങൾ എന്ന് പറയുക. മർമ്മപീഠ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. മർമ്മപീഠ ഒഴിവാക്കാൻ വേണ്ടിയാണ് പഞ്ചശരി സ്ഥാപനം എന്നൊക്കെ പറയുന്നത്. നമുക്കിന്ന് മർമ്മപീഠ എന്താണെന്ന് നോക്കാം. ഞാൻ വിശ്വകർമ്മീയം എന്നൊരു ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, 8 സൂത്രങ്ങളിൽ തമ്മിൽ ചേരുന്ന മഹാസൂത്രങ്ങൾ 4 ഉണ്ടാകും. അതിൽ ഭിത്തിയോ തൂണോ കൊണ്ടുള്ള പീഡ ബാധിക്കാതെ ശ്രദ്ധിക്കണം. ഭിത്തിയും വരാൻ പാടില്ല, അത്തരം സ്ഥലങ്ങളിൽ തൂണോ വരാൻ പാടില്ല, ഒരു മർമ്മത്തിലും വരാൻ പാടില്ല. മഹാമർമ്മത്തിൽ പീഡ വരികയാണെങ്കിൽ ഗൃഹിണിക്കും ഗൃഹത്തിൽ താമസിക്കുന്നവർക്കും ഗർഭനാശം ഫലം. അറിയാലോ, ഈ ഗ്രന്ഥം പറയുന്ന കാര്യം അങ്ങനെയാണ്. അതുപോലെ മർമ്മവേദഫലം എന്ന് പറഞ്ഞൊരു ഭാഗം പറയുന്നുണ്ട്. ഭിത്തി, തൂണ് എന്നിവ ഒരു മർമ്മത്തിലും കൊള്ളാത്ത വിധത്തിൽ പണി ചെയ്യണം. അതായത് ഈ നാഡികളും രജിക്കളും ചേരുന്ന ജോയിൻ ചെയ്യുന്ന ഭാഗത്തിൽ ഒരു കാരണവശാലും ഭിത്തിയോ തൂണോ വരാൻ പാടില്ല. 6 സൂത്രങ്ങൾ ചേരുന്ന മർമ്മത്തിൽ പീഡ വന്നാൽ കള്ളന്മാരെ കൊണ്ട് ശല്യവും. 5 സൂത്രത്തിൽ ചേരുന്ന മർമ്മത്തിൽ പീഡ വന്നാൽ മഹാരോഗാനുഭവവും. 4 സൂത്രങ്ങൾ ചേരുന്ന മർമ്മത്തിൽ പീഡ വന്നാൽ 4 നാശവും. 3 സൂത്രങ്ങൾ ചേരുന്ന മർമ്മത്തിൽ പീഡ വന്നാൽ ശൂലരോഗവും ഫലമുണ്ടാകും. ഇതാണ് വിശ്വകർമ്മീയം എന്ന ഗ്രന്ഥം പറയുന്നത്. ഇനി മനുഷ്യാലയ ഭാഷയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ പറയുന്നുള്ള കാര്യം. 5 സൂത്രങ്ങൾ കൂടി വരുന്ന മർമ്മങ്ങൾ 8 എണ്ണവും 4 സൂത്രം കൂടി വരുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ദോഷഫലം പറയാൻ നോക്കൂ. ഇല്ല, ഇതിൽ പഞ്ചശര സ്ഥാപനത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളൊരു വാസ്തുമണ്ഡലത്തിൽ വീട് വെക്കുമ്പോൾ അതിൻ്റെ ദിക്കിനനുസരിച്ച് ഈശാനഖണ്ഡത്തിലേക്കോ അല്ലെങ്കിൽ നൃതികണ്ഡത്തിലേക്കോ നീക്കിയാണ് വീട് നമ്മൾ സ്ഥാപിക്കുക. അപ്പോൾ വീടിൻ്റെ ഭിത്തിയോ തൂണോ ഒരു കാരണവശാലും ഈ നവവർഗമായോ ഒക്കെ നമ്മൾ ഖണ്ഡമായി തിരിക്കുമ്പം അല്ലെങ്കിൽ ഗ്രാഫിക് സിസ്റ്റം പോലെ തിരിക്കുമ്പോൾ അതിൻ്റെ മർമ്മം എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മർമ്മത്തിൽ വന്നാലുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചാണ് വിശ്വകർമ്മീയം എന്ന ഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത്. അത് കുറേയൊക്കെ ശരിയാണ് താനും. അപ്പോൾ വളരെ സൂക്ഷിക്കണം. ആ വാസ്തുമണ്ഡലം തയ്യാറാക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പുതിയ ഒരു അറിവുമായി വരുന്ന ദിവസം കാണാം. നന്ദി, നമസ്കാരം.